ഓം ശാന്തി. യോഗികളുടെ ചിത്രം നമ്മുടെ മുന്നിൽ തെളിയുമ്പോൾ ശ്രീനാരായണ ഗുരു, ശ്രീ ചട്ടമ്പി സ്വാമികൾ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, ഇവരുടെ എല്ലാം ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും സമൂഹത്തിൽ നിന്ന് തികച്ചും വേറിട്ട ഒരു ജീവിതമാണ് ജീവിച്ചിരുന്നത്. പക്ഷേ അവരുടെ ആ വേറിട്ട ജീവിതത്തിന് സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നോക്കൂ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ ഇവരുടെ എല്ലാം ഫോട്ടോ വയ്ക്കാറുണ്ട്. അവരാരും വ്യക്തിപരമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് വല്ല മിത്രബന്ധം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാലില്ല. പക്ഷേ ഇവരെല്ലാം ഭഗവാനുമായി മിത്രത പാലിച്ച് ജീവിച്ചവരാണ്. ഈശ്വരനെ തൻ്റെ മിത്രമാക്കി ജീവിച്ചിരുന്ന അവർ നമുക്കിന്ന് ഓരോരുത്തർക്കും മിത്രമായിട്ട് മാറി. അവർ നമ്മളോടൊപ്പം, നമ്മളെല്ലാവരും സമൂഹത്തിലെ എല്ലാവരും ജീവിക്കുന്ന മാർഗത്തിൽ, പാതയിൽ ജീവിച്ചില്ല. എല്ലാവരിൽ നിന്നും വേറിട്ട ജീവിതം ജീവിച്ചു. പക്ഷേ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ യോഗികളുടെ ജീവിതം സഹായിച്ചു, ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യോഗി ഈശ്വരൻ്റെ മിത്രമായത് കാരണം ഓട്ടോമാറ്റിക്കലി വിശ്വത്തിന് മുഴുവൻ മിത്രമായിട്ട് മാറുകയാണ്. അപ്പം നമുക്കും ഓരോരുത്തർക്കും സർവരുടെയും മിത്രമായിട്ട് മാറാൻ വേണ്ടതും എന്താണ്? നമ്മുടെ ജീവിതവും യോഗ്യമായ യോഗി ജീവിതമായിരിക്കണം. നമുക്കും ഈശ്വരനുമായിട്ടുള്ള യോഗം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് സർവരുമായിട്ടും ഒരു മിത്രബന്ധം പുലർത്താൻ കഴിയും. പ്രത്യേകിച്ചും ഇന്നത്തെ ഗൃഹസ്ഥ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും മാതൃകാപരമായ ഒരു യോഗി ജീവിതമാണ് ആദി യോഗിയുടെ ചിത്രം തന്നെ. ആദി യോഗിയുടെ ചിത്രത്തിൽ ആരെയാണ് കാണിക്കണേ? ഗൗരി ശങ്കര ചിത്രമല്ലേ? ഗൗരി ശങ്കര ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഗൗരി ശങ്കര കുടുംബം തന്നെ നോക്കൂ. അവരുടെ കുടുംബത്തെക്കുറിച്ച് അറിയപ്പെടുന്നത് എന്താണ്? ശിവകുടുംബം എന്നാണ്. ശിവമർത്ഥം മംഗളകാരി. ഗൗരി ശങ്കര കുടുംബ ശിവകുടുംബമാണ്. മംഗളകരമായ ജീവിതം, നന്മയുടെ ജീവിതം, പരസ്പരം ഏകതയോടെ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ആദിയോഗിയുടെ ചിത്രം. ആ ചിത്രത്തിൽ തന്നെ നമ്മൾ നോക്കിയാലറിയാം, ശങ്കരൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത് പാമ്പിനെയാണ്. അതേപോലെ ശങ്കരൻ്റെ വാഹനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാളയാണ് അല്ലേ? പാർവതിയാണെങ്കിലോ സിംഹത്തിൻ്റെ പുറത്താണ് യാത്ര ചെയ്യണത്. അപ്പം സിംഹത്തിൻ്റെ മേലെ പാർവതി ഇരിക്കുന്നു, കാളയുടെ മേലെ ശങ്കരൻ ഇരിക്കുന്നു. ഇനി അവരുടെ രണ്ട് മക്കളെ കാണിക്കുന്നത്, ഗണപതിയുടെ വാഹനം നമുക്കറിയാം എലിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ ശ്രീമുരുകൻ്റെ വാഹനം മയിലാണ്. ഇതെല്ലാം തന്നെ തമ്മിൽ നമ്മൾ നോക്കൂ. ഗൗരി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സുന്ദരി, ശങ്കരൻ്റെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു താപസൻ അല്ലേ? ഗണപതിയുടെ രൂപം നോക്കൂ, അതേസമയം ശ്രീമുരുകൻ്റെ ചിത്രം നോക്കൂ. ഇവയെല്ലാം തമ്മിൽ ഉള്ള കണക്ഷൻ, എന്നിട്ട് ഇതൊരു ഫാമിലി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ശങ്കരനെയും അതേപോലെ പാർവതിയെയും ഗണപതിയെയും ശ്രീമുരുകനെയെല്ലാം. അപ്പോൾ ഇത് നമുക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ചും വർത്തമാനകാല ജീവിതത്തിൽ, കലിയുഗത്തിൽ ഓരോ ഗൃഹസ്ഥവും എങ്ങനെയായിരിക്കണം? വ്യത്യസ്തത കാണിക്കണം. ആദിയോഗിയുടെ ഈ കുടുംബത്തിൽ നിന്ന്, ഈ കുടുംബത്തിൻ്റെ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ജീവിത ചരിത്രം, വൈവിധ്യങ്ങൾ, വ്യത്യസ്തതകൾ നമുക്കെല്ലാവർക്കും ഇടയിലുണ്ടാവും. ഒരു ഫാമിലിയിലാണെങ്കിൽ നമുക്കറിയാം ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, എല്ലാവരുടെയും സ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലും എല്ലാം വ്യത്യാസം ഉണ്ടാവും. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴും അങ്ങനെയാണ്. അയൽക്കാരോടൊപ്പം ആണെങ്കിലും അങ്ങനെ, ഒരു ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനെയാണ്. വ്യത്യസ്തതകളുടെ നടുവിലാണ് നമുക്കെല്ലാവർക്കും ജീവിച്ചു പോകേണ്ടത്. അവിടെയാണ് ഈ യോഗി ജീവിതത്തിൻ്റെ പ്രസക്തി. ആദി യോഗിയുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന സന്ദേശം എന്താണ്? വ്യത്യസ്തതകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയണം. ഇപ്പോൾ ശങ്കരൻ്റെ വാഹനമായിട്ടുള്ള കാള, ആ കാളയെ കണ്ടിട്ട് പാർവതിയുടെ സിംഹം ചാടി വീഴുന്നത് നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ അവിടെ വാഹനം ഉണ്ടാവില്ലല്ലോ, കാളയെ ഉണ്ടാവില്ല. അതേപോലെ മയിൽ ശരിക്കും പറഞ്ഞാൽ പാമ്പിനെ പോയി കൊത്തിയിരുന്നുവെങ്കിലോ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് ചിത്രീകരിച്ച് തരുന്നത്
ആദി യോഗി നമുക്ക് മനസ്സിലാക്കി തരികയാണ്, ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു ജോലി സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാനും നമുക്ക് പരസ്പരം ചേർന്ന് പോകാനും കഴിയും. യോഗി എന്ന് പറഞ്ഞാൽ സഹയോഗിയാണ്. മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പോകാനും മറ്റുള്ളവരെ ചേർത്ത് കൊണ്ടുപോകാനും കഴിയുന്ന ആളിനെയാണ് നമ്മൾ യോഗി എന്ന് പറയുന്നത്. കാരണം യോഗി എപ്പോഴും സഹയോഗിയായിരിക്കും, മറ്റുള്ളവർക്ക് സഹയോഗിയായിരിക്കും. അതുകൊണ്ട് തനിക്ക് എല്ലായിടത്തു നിന്ന് സഹയോഗം കിട്ടിക്കൊണ്ടുമിരിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു സഹയോഗിയായി മാറുന്ന യോഗി ജീവിതമാണ് ജീവിക്കേണ്ടത്. മറ്റുള്ളവർക്കും സഹയോഗം കൊടുക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് സഹയോഗം കൊടുക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തു നിന്ന് സഹയോഗം കിട്ടിക്കൊണ്ടിരിക്കും. ഗൃഹസ്ഥർക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്, യോഗി ജീവിതം ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആദി യോഗിയുടെ കുടുംബചിത്രം. ഒപ്പം ചെറുപ്പക്കാർക്ക് പ്രചോദനം നൽകുന്ന യോഗിയാണ് ശ്രീ അയ്യപ്പൻ. അയ്യപ്പ ദർശന സമയത്ത് എല്ലാവരും മലയിൽ പോകുന്നത് എങ്ങനെയാണ്? 41 ദിവസം യോഗി ജീവിതം ജീവിച്ചിട്ടാണ് പോണേ അല്ലേ? ചിന്തകളിൽ പോലും ഒരു അശുദ്ധ വിചാരം കൊണ്ടുവരില്ല. വിചാരതലത്തിൽ ബാലൻസിങ്, അതേപോലെ ഭക്ഷണം, വസ്ത്രധാരണം, പെരുമാറ്റം, എന്തിനു പറയണം, ബ്രഹ്മചര്യം ഉൾപ്പെടെ എല്ലാ യോഗ്യതകളോടും കൂടിയ ഒരു യോഗി ജീവിതമാണ് നമ്മൾ ആ 41 ദിവസം ജീവിക്കണം അല്ലേ? ആ വ്രതാനുഷ്ഠാന കാലത്തെ ഓരോ അയ്യപ്പ ഭക്തൻ്റെയും മനോസ്ഥിതി നോക്കിക്കോളൂ. അത് ചെറുപ്പക്കാരാകട്ടെ, വയസ്സായവരാകട്ടെ, കുട്ടികളാകട്ടെ, എല്ലാവരുടെയും മനസ്സ് എത്രത്തോളം പരിശുദ്ധമാണ്, എത്ര സന്തോഷമാണ് ആ സമയത്ത്, എത്ര ശാന്തിയാണ്. മലയ്ക്ക് പോകുന്ന അയ്യപ്പൻ ഒരാളായിരിക്കും വീട്ടിൽ സ്വാമിയായിട്ട് മാലയിട്ടുന്നത്. എല്ലാവരെയും നമ്മൾ സ്വാമി എന്നല്ലേ വിളിക്കണേ, അയ്യപ്പ എന്നല്ലേ വിളിക്കണം. മാലയിട്ട് കഴിഞ്ഞ് അയ്യപ്പന് സമാനമായിട്ടങ്ങ് മാറണം. അയ്യപ്പന് സമാനമായ യോഗി ജീവിതമാണ് ആ സമയത്ത് ജീവിക്കണേ. അതുകൊണ്ട് മലയ്ക്ക് പോണ ഒരാളാണെങ്കിലും വീട്ടിലുള്ള എല്ലാവർക്കും ആ യോഗ്യ ജീവിതം അത്രയും സമയം കിട്ടുക. അപ്പം നമ്മൾ ആ സമയത്ത് ജീവിക്കുന്നത് ഒരു യോഗി ജീവിതമാണ്. ആ യോഗി ജീവിതം എല്ലാ ദിവസവും ജീവിച്ചാലോ? എല്ലാ ദിവസവും ശാന്തിയും സമാധാനവും സന്തോഷവും നമ്മുടെ മനസ്സിലും ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകും, അതിലൂടെ നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകും. ആധ്യാത്മിക ജ്ഞാന മാർഗത്തിലേക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ജ്ഞാനം കൊണ്ട് തന്നെ, ജ്ഞാനമാകുന്ന വാളുപയോഗിച്ച് തന്നെ ശത്രുവിനെ നമുക്ക് മിത്രമാക്കി മാറ്റാൻ പറ്റും. ഓം ശാന്തി. ഗീതയിൽ ഭഗവാൻ 4 തരത്തിലുള്ള ഭക്തരെക്കുറിച്ച് പറയുന്നുണ്ട്. ദുഃഖത്തിൽ നിന്ന് മുക്തിക്ക് വേണ്ടിയിട്ട് എന്നെ സമീപിക്കുന്ന ഭക്തർ, എന്നെ ഭജിക്കുന്നവർ. ധനത്തിന് വേണ്ടിയിട്ട് എന്നെ ഭജിക്കുന്നവർ. അതേപോലെ 3-മത്തേത് പറയണത് അറിയാൻ വേണ്ടിയിട്ട് ഈശ്വരൻ ആരാ അങ്ങനെ തേടി അന്വേഷിച്ച് നടക്കുന്നവർ, ജിജ്ഞാസ കൊണ്ട് എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്ന ഭക്തർ. 4-മത്തെ ഭക്തരെക്കുറിച്ച് പറയുന്നത് ഭഗവാൻ ജ്ഞാനികൾ, യോഗികളുമായ ഭക്തർ. അതായത് ഞാൻ എന്താണോ എങ്ങനെയാണോ അതേ രൂപത്തിൽ എന്നെ തിരിച്ചറിഞ്ഞിട്ട് എന്നെപ്പോലെ ആയി മാറിയവർ, ജ്ഞാനി യോഗി. അവരെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് അവർ എൻ്റെ തന്നെ സ്വരൂപമാണ്, സാക്ഷാത് സ്വരൂപം. അവരാണ് ജ്ഞാനി യോഗി കുട്ടികളെന്നാണ് പറയണത്. നമ്മൾ മനസ്സിലാക്കേണ്ടേ, യോഗികളായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഭഗവാനെ പോലെ ഈശ്വരൻ്റെ മക്കളാണ് നമ്മളെന്നല്ലേ പറയണേ. അപ്പം ഈശ്വരനെ പോലെയുള്ള ഗുണങ്ങൾ, ഭഗവാൻ സ്നേഹത്തിൻ്റെ കടലെന്നാണ് പറയണേ. അപ്പം നമ്മൾ ഭഗവാന്റെ മക്കളാണെങ്കിൽ, യോഗികളാണെങ്കിൽ നമ്മളും എങ്ങനെ ഇരിക്കണം, നമ്മളിലും കടൽ സമാന സ്നേഹം ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് എല്ലാവരെയും പ്രതി, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വൈഫ്, എൻ്റെ മക്കൾ, അവരോട് മാത്രമല്ല സർവരെയും പ്രതി നമുക്ക് സ്നേഹം ഉണ്ടാവും. സർവരെ പ്രതിയും. അത് നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിലും ഇഷ്ടമുള്ളവരല്ലെങ്കിലും, നമുക്ക് ഉപകാരം ചെയ്തവരാണെങ്കിലും നമുക്ക് ഉപദ്രവം ചെയ്തവരാണെങ്കിലും, സർവരെ പ്രതിയും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഒഴുകും. അപ്പോഴാണ് യോഗി ജീവിതം എന്ന് പറയണേ. അത് സ്നേഹമാണെങ്കിലും കരുണയാണെങ്കിലും അനുകമ്പയാണെങ്കിലും സഹയോഗ മനോഭാവമാണെങ്കിലും ഭഗവാനിലെ പോലെ ഈ ഗുണങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ, അതുകൊണ്ടാണ് ഭഗവാൻ പറയണേ ജ്ഞാനി യോഗി എൻ്റെ തന്നെ സാക്ഷാത് സ്വരൂപം. ആ
ആ സാക്ഷാത് സ്വരൂപമായിട്ട് ഭഗവാനെ പോലെയുള്ള ഗുണങ്ങൾ നമ്മളിൽ പ്രകടമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം യോഗി ജീവിതമായിട്ട് മാറണത്. സാധാരണ നമ്മൾ യോഗികളുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഒന്നുകിൽ ഏതെങ്കിലും മലമുകളിലിരുന്ന് യോഗം ചെയ്യുന്ന ചിത്രം കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഗുഹയ്ക്കുള്ളിൽ യോഗം ചെയ്യുന്ന ചിത്രം കണ്ടിട്ടുണ്ട്. അതും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വൃക്ഷച്ചുവട്ടിലിരുന്ന് തപസ് ചെയ്യുന്ന യോഗികളെയാണ്. ഇതെല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ മലമുകളിലിരിക്കുക അർത്ഥം തന്നെ എന്താണ്? ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും ഉയർന്ന മനോസ്ഥിതിയാണ്. അവർ മെൻ്റലി നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം മെച്വേർഡായിട്ടുള്ള പരിപക്വമായ മനോസ്ഥിതിയുടെ സ്റ്റേബിൾ മൈൻഡഡ് പേഴ്സണാലിറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ യോഗി ജീവിതം എങ്ങനെയായിരിക്കണം? ഉയർന്ന ഒരു മനസ്ഥിതിയുടെ ഉടമസ്ഥരായിട്ട് നമുക്ക് മാറാൻ കഴിയുക എന്നുള്ളതാണ്. നിന്ദയിലും സ്തുതിയിലും മാനവും അപമാനവും ജയവും പരാജയവും ഇങ്ങനെ ജീവിതത്തിൽ ഏതൊക്കെ കയറ്റിറക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും നമുക്ക് നമ്മുടെ സ്റ്റേബിൾ മൈൻഡഡ് പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ പറയാം നമ്മുടേത് യോഗി ജീവിതമാണ്. ഇനി അടുത്തത് വൃക്ഷച്ചുവട്ടിലിരുന്ന് തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഈ ലോകം നമ്മളൊരു വൃക്ഷമായിട്ട് കാണുകയാണെങ്കിൽ ലോകമാകുന്ന ഈ വൃക്ഷത്തിന് മുഴുവൻ വൃക്ഷത്തിനും വെള്ളം കൊടുക്കുന്ന ജോലിയാണ് ഒരു യോഗിയുടേത്. ഒരു യോഗ്യ ജീവിതം ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന ആ വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന തരംഗങ്ങൾ, ഊർജം, വിചാരങ്ങളിൽ നിന്ന് പോലും ഒഴുകുന്ന ഊർജത്തിന് ഈ മുഴുവൻ വൃക്ഷത്തിൻ്റെ സേവനം ചെയ്യാൻ കഴിയും. ഒരു വൃക്ഷത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ വൃക്ഷത്തിൻ്റെ ഓരോ ഇലകളിലേക്കും കൊമ്പുകളിലേക്കും പോകാറില്ലല്ലോ, ചുവട്ടിലല്ലേ ഒഴിച്ചു കൊടുക്കുക. അത് വേര് പിടിച്ചെടുത്ത് വൃക്ഷത്തിന് മുഴുവൻ കൊടുക്കുന്നു. അതേപോലെ ഒരു യോഗിയുടെ ജീവിതം തന്നെ, യോഗിയുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും, ഒരു യോഗി ഭക്ഷണം കഴിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ സേവനമായിട്ട് മാറും. യോഗിയുടെ നിദ്ര പോലെ, യോഗനിദ്ര എന്നല്ലേ പറയണേ, യോഗി ഉറങ്ങുന്നത് പോലും സേവനമായിട്ട് മാറും. മുഴുവൻ വിശ്വത്തിന് നന്മ ചെയ്യുന്ന തരത്തിലുള്ള വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തിയും പെരുമാറ്റവും ആ പോസിറ്റീവ് എനർജിയുടെ ഒഴുക്കാണ് യോഗിയിൽ നിന്നുണ്ടാകണേ. ആ ഒഴുക്കിലൂടെ യഥാർത്ഥത്തിൽ വിശ്വത്തിൽ വളരെയധികം വിപ്ലവാത്മകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു യോഗി ലോകത്തെ നന്നാക്കാൻ വേണ്ടി ഓടി നടക്കുന്നില്ല. പക്ഷേ യോഗി എവിടെ ജീവിക്കുന്നോ അവരിൽ നിന്നുണ്ടാകുന്ന പോസിറ്റീവ് എനർജിക്ക് തന്നെ ഈ ലോകത്തിലെ നെഗറ്റീവ് എനർജിയുടെ ഇമ്പാക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂക്ഷ്മമായ അവലോകനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ട് നമ്മളൊരു യോഗി ജീവിതം ജീവിക്കുകയാണെങ്കിലും അതിലൂടെ നമുക്ക് മാത്രമല്ല ബെനിഫിറ്റ്, നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് മാത്രമല്ല, മുഴുവൻ വിശ്വത്തിന്, പ്രകൃതിക്കുൾപ്പെടെ നമ്മുടെ പോസിറ്റീവ് എനർജിയുടെ തരംഗങ്ങൾ പ്രകൃതിയിൽ പോലും പരിവർത്തനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ മൂന്നാമത് നമ്മൾ കാണുന്നത് ഗുഹയ്ക്കുള്ളിലിരുന്ന് തപസ് ചെയ്യുന്ന യോഗി. ഗുഹയ്ക്കുള്ളിലിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ശരിക്കും പറഞ്ഞാൽ അന്തർമുഖതയാണ് ആ ഗുഹയായിട്ട് കാണിക്കണം. അപ്പം ശരീരത്തിൽ നമുക്കറിയാം ആത്മാവിരിക്കുന്നത് ഭ്രൂമധ്യത്തിലാണ്. ഈ ഭ്രൂമധ്യത്തെ നമ്മളൊരു ഗുഹയായിട്ട് കാണുന്നത് പോലെ തലച്ചോറിനുള്ളിൽ ആത്മാവിരുന്നുകൊണ്ട് ഈ ശരീരമാകുന്ന വാഹനത്തെ ഡ്രൈവ് ചെയ്യുന്നത് പോലെ യോഗിയുടെ ഗുഹ എന്ന് പറയുന്നത് ഇൻട്രോവേർട്ട്നെസ്സാണ്, അന്തർമുഖതയാണ്. അന്തർമുഖിയായിരിക്കും യോഗി. എപ്പോഴും തന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, തൻ്റെ പ്ലസ്സും മൈനസും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും, പ്ലസ്സുകളെ കാര്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യും, അതിലൂടെ വിശ്വ നന്മയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. മൈനസുകളെ മനസ്സിലാക്കി പരിവർത്തനപ്പെടാനുള്ള ടെൻഡൻസി ആർക്കുണ്ടോ അവരാണ് യോഗി. പ്ലസ്സുകളെ കാര്യങ്ങളിൽ ഉപയോഗിച്ച് അതിനെ വർദ്ധിപ്പിക്കുകയും തൻ്റെ തന്നെ ദുർബലതകളെ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കില്ല. അവരെന്താ അങ്ങനെ, ഇവരെന്താ ഇങ്ങനെ, അവർ ചെയ്യുന്നില്ലല്ലോ, അവർ പറഞ്ഞില്ലല്ലോ, അല്ലെ അവരങ്ങനെ പറഞ്ഞല്ലോ. യോഗി ഒരിക്കലും മറ്റുള്ളവരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കില്ല, ഒരാളെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കില്ല, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ല. തൻ്റെ സമയവും ശ്വാസവും ഊർജവും കഴിവുകളും എല്ലാം എപ്പോഴും സദുപയോഗം ചെയ്തുകൊണ്ടിരിക്കും. പകരം തൻ്റെ തന്നെ ഉള്ളിലെ കുറവുകളെ നോക്കിക്കൊണ്ട് ആ കുറവുകളെ മാറ്റിയെടുക്കാനുള്ള പ്രയത്നത്തിൽ മുഴുകുന്നവരെയാണ് ശരിക്കും യോഗികളെന്ന് പറയുന്നത്. അവരാണ് യോഗ്യ ജീവിതം ജീവിക്കുന്നവർ. അതുകൊണ്ട് യോഗിയെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും യഥാർത്ഥത്തിൽ ഭാരതീയ ദർശനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യോഗിയുടെ യോഗ്യമായ ജീവിതം, ആ ജീവിതത്തിൻ്റെ ഒഴുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
യോഗിയിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷൻ, അതാണ് ശരിക്കും പ്രയോഗത്തിലേക്ക് വരുന്നത്. യോഗം എന്നുള്ള വാക്ക് പോലെ, യോഗി എന്നുള്ള വാക്ക് പോലെ അടുത്ത ശബ്ദമാണ് പ്രയോഗം. പ്രയോഗം, പ്രവൃത്തിയിൽ യോഗം. പ്രവൃത്തിയിൽ യോഗം വരുമ്പോൾ എന്താകും? പ്രയോഗമായിട്ട് മാറുകയാണ്. അതായത് ഒരു യോഗിയുടെ യോഗ്യതകൾ അവരുടെ പ്രവൃത്തിയിൽ, കർമ്മത്തിൽ കാണപ്പെടും എന്നർത്ഥം. ഞാൻ യോഗിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല, ഞാൻ യോഗിയാണെന്ന് കാണിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. ഞാനല്ല പറയേണ്ടത് ഞാൻ യോഗിയാണെന്ന്. ആര് പറയും? എൻ്റെ കർമ്മം കണ്ടിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കും. എൻ്റെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റത്തിലൂടെയും ഉണ്ടാകുന്ന എനർജി, ആ പോസിറ്റീവ് എനർജി വിളിച്ച് പറഞ്ഞോളും ഞാൻ എത്ര യോഗ്യനാണ്, യോഗിയാണെന്ന്. അതുകൊണ്ടാണ് നമുക്കറിയാം ഒരു യോഗിയുടെ സാന്നിധ്യം തന്നെ, യോഗിയുടെ സാന്നിധ്യം തന്നെ പ്രയോഗമായിട്ട് മാറുന്നത് നമുക്ക് കാണാം. ചില സ്ഥലങ്ങളിൽ, ചില അന്തരീക്ഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഒരു മരണ വീട്ടിൽ ഒരു യോഗി വരികയാണെങ്കിൽ ആ മരണ വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറും. ആ ദുഃഖം തളം കെട്ടി നിന്ന് അന്തരീക്ഷം മാറി അവിടേക്ക് എല്ലാവരുടെയും മനസ്സ് പെട്ടെന്ന് ശാന്തവും സ്വസ്ഥമാകാൻ തുടങ്ങും. അതേസമയം നമ്മളൊരു സാധാരണക്കാരൻ ഒരു മരണ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ എന്താ സംഭവിക്കണേ? നമ്മുടെ മനസ്സ് ദുഃഖമയമായി മാറും. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഞാൻ കരയാനൊന്നുമല്ല പോയത്, പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിൽ പോയി പെട്ടപ്പോൾ എൻ്റെ മനസ്സ് വിതുമ്പിപ്പോയി, ഞാൻ അറിയാതെ കരഞ്ഞുപോയി. അപ്പം കാരണം മരണ വീട്ടിലുള്ളത് ദുഃഖത്തിൻ്റെ അന്തരീക്ഷമാണ്. ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൻ്റെ എഫക്റ്റ് എൻ്റെ മനസ്സിനുണ്ടായി. അതാണ് ഒരു സാധാരണ ജീവിതത്തിൽ സംഭവിക്കണേ. അതേസമയം ഒരു യോഗിയുടെ ജീവിതം കൊണ്ട് എന്താ സംഭവിച്ചേ? യോഗിയുടെ അന്തരംഗത്തിൽ നിന്ന് വന്ന ഊർജ്ജം ഉപയോഗിച്ച് ആ യോഗി ഒരു മരണ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം തന്നെ മാറിയ അർത്ഥം എന്താ? യോഗിക്ക് തൻ്റെ മനസ്സിൻ്റെ വൈബ്രേഷൻ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഈ രണ്ട് തരത്തിലാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കാം. രണ്ടാമത്തത്, സാഹചര്യങ്ങൾ നമ്മുടെ മേലെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് യോഗി ജീവിതത്തിൻ്റെ ബെനിഫിറ്റ് എന്താണ്? വിപരീത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും നമ്മളെല്ലാ യോഗികളുടെയും ജീവിതം നോക്കൂ. ലോകം കണ്ട ഏറ്റവും വലിയ യോഗിയായിരുന്നു നമ്മുടെ മഹാത്മാ ഗാന്ധിജി. ഗാന്ധിജിയാകട്ടെ, വിവേകാനന്ദ സ്വാമിയാകട്ടെ, ശ്രീബുദ്ധനാകട്ടെ, ഇവരുടെ എല്ലാം ജീവചരിത്രത്തിലൂടെ നമ്മളെന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? അവർ കടന്നുപോയ പാതകൾ എപ്പോഴും അനുകൂലമായിരുന്നില്ല. കൂടുതൽ സമയം അവർക്ക് പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് സഞ്ചരിക്കേണ്ടി വന്നത്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ പ്രതികൂല സാഹചര്യങ്ങളുടെ ഇമ്പാക്റ്റ് അവരുടെ മേലെ ഉണ്ടായില്ല. പകരം അവരുടെ യോഗ്യ ജീവിതത്തിൻ്റെ ഇമ്പാക്റ്റ് സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ, പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റാൻ, അല്ലെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് തങ്ങളുടെ മേലെ ഉണ്ടാകാതെ വിപരീത സാഹചര്യത്തിലും വിജയം കൈവരിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതാണ് യോഗി ജീവിതത്തിൻ്റെ റിസൾട്ട്. രണ്ട് തരത്തിൽ നമ്മൾ ഫാനുകൾ കണ്ടിട്ടുണ്ട്. ഒന്ന്, നമ്മൾ കറണ്ടിൽ പ്ലഗ് കുത്തുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഫാനുകളുടെ ഇതളുകൾ കറങ്ങി നമുക്ക് കാറ്റ് തരുന്നത് നമുക്ക് അനുഭവമുണ്ട്. ശീതളമായ കാറ്റ് കിട്ടും. ഇനി കാറ്റാടി യന്ത്രത്തിൽ നമ്മൾ നോക്കി, അതും ഫാന് പോലെ വർക്ക് ചെയ്യണം. കാറ്റാടി യന്ത്രത്തിൻ്റെ ദളങ്ങൾ കറങ്ങുന്ന സമയത്ത്, കാറ്റാടി യന്ത്രത്തിൻ്റെ ദളങ്ങൾ കറങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് കാറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഫാന് രണ്ട് തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനും ഉണ്ട്, കറണ്ട് ഉണ്ടാക്കുന്ന ഫാനും ഉണ്ട്. അതുപോലെയാണ് നമ്മുടെ മനസ്സ്. സാഹചര്യങ്ങളുടെ മേൽപ്പെട്ട് സമ്മർദ്ദത്തിൽ ആഴ്ന്നു പോകുന്ന മനസ്സിനെയും കാണാം, സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കാനും നമ്മുടെ മനസ്സിനെ കഴിയും. ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കൂ, നമ്മുടെ മനസ്സ് എങ്ങനെയുള്ളതാണ്? ഈ അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടക്കുമ്പോൾ നമുക്ക് ഏവർക്ക് ഈ സങ്കല്പം എടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം യോഗി ജീവിതമായിട്ട് മാറിയാൽ ഏത് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നമുക്ക് ജീവിത വിജയം കൈവരിക്കാനും കഴിയും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് നമ്മൾ ഒരിക്കലും യോഗിയിൽ നിന്ന് ഭോഗിയാകുകയുമില്ല. അടുത്തതാണ് ഭോഗി ജീവിതം. ഭോഗി ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് ഭോഗം. അപ്പം ഭക്ഷണം നമുക്ക് കഴിക്കാൻ വേണം, ജീവിക്കാനേ ഭക്ഷണം വേണ്ടൂ. പക്ഷെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആയിരിക്കരുത് നമ്മുടെ ജീവിതം. അപ്പോൾ എന്താകും? ഭോഗിയായിട്ട് മാറും. യോഗി ഉപയോഗിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഉപയോഗം ആ വാക്കിലുണ്ട്.
യോഗത്തിന് സപ്പോർട്ട് ചെയ്യാൻ, യോഗിക്ക് സപ്പോർട്ടായിട്ട് ആണ് ഉപയോഗം നടക്കേണ്ടത്. പക്ഷെ ഉപയോഗം ദുരുപയോഗമായിട്ട് മാറുമ്പോൾ എന്താകും? ഉപയോഗത്തിന് പകരം നമ്മൾ കർമ്മേന്ദ്രിയങ്ങളെ ദുരുപയോഗപ്പെടുത്തിയാലും, ഭക്ഷണത്തെ ദുരുപയോഗം ചെയ്താലും, ധനത്തെ ദുരുപയോഗം ചെയ്താലും, സമയം, ഊർജം, നമ്മുടെ കഴിവുകൾ, ഏതിനെ നമ്മൾ ദുരുപയോഗപ്പെടുത്തിയാലും, അതായത് യോഗ്യമല്ലാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ, യോഗിയല്ലാതെ നമ്മൾ ഉപയോഗിച്ചാൽ എല്ലാം നമ്മൾ ദുരുപയോഗം ചെയ്യും. ആ ദുരുപയോഗത്തിൻ്റെ ഫലമാണ് ഭോഗം. നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വേദന, ദുഃഖം, അസ്വസ്ഥത, ഇതെല്ലാം ഭോഗം കൊണ്ടുണ്ടാകുന്ന. എന്തിന്? നമ്മുടെ ഭക്ഷണകാര്യം മാത്രം നോക്കൂ. നമുക്ക് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കണം, വിശപ്പ് മാറാൻ വേണ്ടി കഴിക്കണം. പക്ഷെ നമ്മൾ നമ്മുടെ നാവിൻ്റെ ടേസ്റ്റിന് വേണ്ടി മാത്രം കഴിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അമിതമായിട്ട് നമ്മൾ കഴിക്കും. അമിത ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ രോഗിയായിട്ട് മാറും, അല്ലേ? നമുക്ക് വറുത്തതും പൊരിച്ചതും എല്ലാം ഇഷ്ടമാണ്. നമ്മൾ ടേസ്റ്റ് കൊണ്ട് കഴിച്ചുകൊണ്ടേ ഇരുന്ന് നമ്മുടെ കൊളസ്ട്രോൾ കൂടും. അപ്പം ഭക്ഷണം ജീവിക്കാൻ വേണ്ടിയായിരിക്കണം. ജീവിക്കാൻ വേണ്ടിയ ഭക്ഷണം വേണ്ടൂ. നമ്മുടെ ജീവിതം ഭക്ഷണത്തിന് വേണ്ടിയാകരുത്. ജീവിക്കാൻ പൈസ വേണം, പക്ഷെ പൈസയ്ക്ക് വേണ്ടി മാത്രമാകരുത് ജീവിതം. അപ്പോൾ നമുക്ക് ആർത്തി വരും, ആസക്തി വരും, ലോഭത്തിന് നമ്മൾ അടിമയാകും. അപ്പോൾ നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും. അപ്പോൾ യോഗി ജീവിതത്തിന് പകരം ഭോഗി ജീവിതമായിട്ട് മാറും. ആ ഭോഗി ജീവിതമാണ് നമ്മളെ രോഗിയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് രോഗിയാകാതെ, ഭോഗിയാകാതെ യോഗിയായി ജീവിതം ജീവിക്കുകയും നമുക്ക് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയും പ്രകൃതി തന്ന ഈ ശരീരത്തെയും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി കിട്ടിയ എല്ലാ സംവിധാനങ്ങളെയും, അത് പൈസയാകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, നമ്മുടെ തന്നെ കഴിവുകളാകട്ടെ, ഇവയെ നമ്മൾ ഒരു യോഗിയെ പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കും അതിലൂടെ സുഖം കിട്ടും, നമ്മുടെ കുടുംബത്തിനും സുഖം ഉണ്ടാകും, നമ്മുടെ സമൂഹത്തിനും നമുക്ക് സുഖശാന്തി പ്രദാനം ചെയ്യാൻ പറ്റും. അതിലൂടെ ഈ ലോകത്തിന് വേണ്ടിയിട്ട് നമുക്ക് ധാരാളം നന്മ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഈ വർഷം അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ദൃഢസങ്കല്പം എടുത്ത് ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവന്നൂടെ? എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ കൺട്രോളോടുകൂടി ഉപയോഗിച്ചുകൂടാ? പൈസ നമ്മളെ ഉപയോഗിക്കരുത്, നമ്മൾ പൈസയെ നിയന്ത്രണത്തോടെ ഉപയോഗിക്കണം. ഭക്ഷണം നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകരുത്. നമുക്ക് നമ്മുടെ നാവിൻ്റെ മേലെ, നമ്മുടെ കണ്ണിൻ്റെ മേലെ, നമ്മുടെ ഓരോ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെയും സാധനങ്ങളുടെ മേലെയും നമുക്ക് നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വർഷത്തെ യോഗ ദിനാചരണം അർത്ഥവത്താക്കി മാറ്റാം. ഓം ശാന്തി. Mm-hmm.